എനിക്ക് ഒരു ക്യാമിയോ ഉണ്ട്, സൂപ്പർ ആയിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ക്യാമിയോ ഉണ്ടാവുമെന്ന്. നല്ല തകർത്തിട്ടുണ്ട്. ഇല്ല, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിപൊളി, ലാഗില്ലാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന അടിപൊളി പടം. കവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കിട്ടില്ല, ഫുൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആയാലും സ്ട്രഗിൾ ആയാലും എല്ലാ രീതിയിലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണ ഒരു പടമായിരുന്നു. പടത്തെ കുറിച്ച് പറയാൻ കവിൻ ലാലും കൊള്ളായിരുന്നു. ലാലൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. യുവനാണ് സെക്കൻഡ് ഹീറോ, യുവൻ എന്ന് പറയാം. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് മെസ്സേജ് ആയിട്ടൊന്നുമില്ല. ഇത് എല്ലാവരും ഹാർഡ് വർക്കിനെ കുറിച്ച് പറയുന്നത്. ഇത് പറയാനായിട്ട് ഒരു ക്യാമിയോ ഉണ്ട്, സൂപ്പർ ആയിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ക്യാമിയോ ഉണ്ടാവുമെന്ന്. നല്ല എല്ലാവരും സൂപ്പറായിരുന്നു. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് അങ്ങനെ തന്നെ. പിന്നെ കവിന്റെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മോട്ടിവേറ്റഡ് കണക്ട് ആയിട്ടില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരുവിധം കണക്ട് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു പാളിച്ചകൾ ഒഴിച്ചു നിർത്തിയാൽ കണ്ടോണ്ടിരിക്കാവുന്ന സിനിമയാണ്. ഇവന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ജേഴ്സിയുടെ അത്രയില്ല, അത്രയും കണക്ട് ആയിട്ടില്ല. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ അഭിനയം, ലാൽ സാറിന്റെ ആണെങ്കിലും കവിന്റെ ആണെങ്കിലും അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അവന്റെ അഭിനയമൊക്കെ ഒരു വേറെ ലെവലിൽ, ഒരു രക്ഷയില്ലാത്ത അഭിനയം. പിന്നെ റൊമാൻസ് ഒക്കെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് മനസ്സിന് നല്ല തൃപ്തി കിട്ടും. എടുത്തു പറയാണെന്ന് പറഞ്ഞാൽ അവന്റെ അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയം, ഒരു രക്ഷയില്ല പറഞ്ഞാൽ നമുക്ക് അവസാനം വരെ പിടിച്ചിരുത്തണ കുറെ കണ്ടന്റ് ആയിട്ടുണ്ട്. അതാണ് നല്ല സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് അതിന് സിനിമ അഭിനയിക്കാൻ വേണ്ടി നല്ല താല്പര്യത്തോടെ കൊച്ചിലെ മുതൽ ഇങ്ങനെ വന്നിട്ട് അവസാനം വീണു പോകും. പക്ഷെ അവൻ കയറി വരും. അതാണ് സിനിമയിലെ ഒരു സ്റ്റോറി. പെർഫോമൻസ് എല്ലാവരും ലാലൊക്കെ നല്ല അഭിനയമായിരുന്നു. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എന്താണ് പടം പറഞ്ഞത്? പടം ഒരു സാധാരണ കോമൺ പീപ്പിളിന് എങ്ങനെ വലിയ സ്റ്റാർ ആവാൻ പറ്റുന്നുണ്ടായിരുന്നു. കിട്ടുന്ന സ്റ്റോറി ലൈനാണ്, പക്കായിരുന്നു. പടത്തിൽ വേറെ എടുത്തു പറഞ്ഞൊക്കെ മ്യൂസിക് കൊള്ളായിരുന്നു. നമ്മളെ പഴയ വിന്റേജ് യുവൻ ശങ്കർ രാജയെ തിരിച്ചു കാണുന്ന രീതിക്ക് കിടിലമായിരുന്നു. മെസ്സേജ് തന്നെയാണ്. നമ്മൾ യൂണിവേഴ്സ് ഫാൾസ് ഫോർ സ്റ്റബൺ ഹാർട്ട്, അത് തന്നെയാണ്.